ശിവഗിരിശിഖരാഗ്രേ ദിവ്യപത്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം ഹരികലുഷവിനാശം നമി നാരായണാഖ്യം ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷ ശരത്ചന്ദ്രമരീ. എല്ലാവർക്കും നമസ്തേ. നമസ്തേ. അപ്പോൾ വിനായകാഷ്ടകം എല്ലാവരും പഠിച്ചു അല്ലേ? നമ്മൾ 3 ശ്ലോകങ്ങളല്ലേ പരിചയപ്പെട്ടു. 3 ശ്ലോകങ്ങൾ പരിചയപ്പെട്ടു. അത് ചൊല്ലുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? പിന്നെ കൂടുതൽ പദങ്ങൾ പിടിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല വിനായകാഷ്ടകം. 1-2 പദങ്ങളൊക്കെ ഒഴിച്ച്. അപ്പോൾ നമുക്ക് നേരെ പോകാം കൃതിയിലേക്ക്. ഉരസ്താരഹാരം ശരചന്ദ്രഹീരം സുരശ്രീവിചാരം ഹൃദാത്താരിഹാരം കടേദാനപൂരം ജഡാഭോഗിപൂരം കലാബിന്ദുതാരം അജേശൈവവീരം. ഒരു ബുദ്ധിമുട്ടുമില്ല ശ്ലോകം ഉണ്ടോ? ഇല്ല, ഒന്നുകൂടി ചൊല്ലി ഒന്ന് കേട്ടു. ഉരസ്താരഹാരം ശരചന്ദ്രഹീരം സുരശ്രീവിചാരം ഹൃദാത്താരിഭാരം കടേദാനപൂരം ജഡാഭോഗിപൂരം കലാബിന്ദു താരം അജേ ശൈവവീരം. അതിനകത്ത് ഉരസ്താരഹാരം, ഉരസ്, താര, ഹാരം, ആ 3 പദങ്ങളാണ്. അത് നോക്കിക്കുക. ഉരസിൽ താരങ്ങളെ കൊണ്ട് ഉള്ള മുത്തുമാല അണിഞ്ഞവനെ. വിനായകനെ നമ്മൾ പൂജിക്കുമ്പോൾ വിനായകന് മുത്തുമാല അണിഞ്ഞിട്ടുള്ളതായിട്ട് ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നു ഉരസ്താരഹാരം, ഉരസിൽ താരങ്ങളെ കൊണ്ടുള്ള മുത്തുമാല അണിഞ്ഞിട്ടുള്ളവനെ. അതായത് താരാപഥമാകുന്ന ആ ഉരോ ദേശത്ത് വക്ഷസിൽ താരാഗണങ്ങളെ കൊണ്ടുള്ള മുത്തുമാല അണിഞ്ഞവനെ. ഉരസ്, താര, ഹാരം. മനസ്സിലായല്ലോ? ഉരസിൽ താരങ്ങളെ കൊണ്ടുള്ള മുത്തുമാല അണിഞ്ഞിട്ടുള്ളവനെ വക്ഷസ്. ഉരസിൽ താരങ്ങളെ കൊണ്ടുള്ള മുത്തുമാലയോട് കൂടിയവനെ, അല്ലെങ്കിൽ മുത്തുമാല അണിഞ്ഞിട്ടുള്ളവനെ. പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ ഗണപതി വിഗ്രഹത്തിൽ മുത്തുമാല ചാർത്താറുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ സങ്കല്പിക്കേണ്ട അതിൻ്റെ ആന്തരികമായ ഒരു ചെറിയ അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വിശ്വത്തെ നമ്മൾ വിനായകൻ്റെ ശരീരമായിട്ട് സങ്കല്പിക്കുക. ഈ വിശ്വം അത് വിനായകൻ്റെ ശരീരമാണ് എന്ന് സങ്കല്പിക്കുമ്പോൾ ആ താരാപഥം ഉണ്ടല്ലോ, ആ വിശ്വത്തിലുള്ള താരാപഥം വിനായകൻ്റെ ഉരോദേശമായിട്ട് സങ്കല്പിക്കുക. അതുപോലെ തന്നെ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുണ്ടല്ലോ, അതിനെ മുത്തുമാലയായിട്ട് സങ്കല്പിക്കുക. ഇങ്ങനെയാണ് ഒരു സങ്കല്പം. അതിൻ്റെ ആന്തരികമായ അർത്ഥമാണ്. എങ്കിലും ഇത് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് കേട്ടോ. വിശ്വത്തെ ആ വിനായകൻ്റെ ശരീരമായും താരാപഥത്തെ വിനായകൻ്റെ ഉരോദേശമായും ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന ആ നക്ഷത്രങ്ങളെ എന്തായിട്ടാണ് മുത്തുമാലയായിട്ടും സങ്കല്പിക്കും കേട്ടോ. അപ്പം ഉരസ്, താരഹാരം, ഉരസിൽ താരഹാരം അണിഞ്ഞിട്ടുള്ളവനെ. ഇനി ശരചന്ദ്രഹീരം. ശരചന്ദ്രനാകുന്ന വജ്രമണിയോട് കൂടിയവനെ. ഇവിടെ നോക്കിയേ, ശരചന്ദ്രഹീരം. ഹീരം എന്ന് പറഞ്ഞാൽ ശിരോ അലങ്കാരമായ വജ്രം. ശിരസെന്ന് തലയിൽ അണിഞ്ഞിട്ടുള്ള ആ വജ്രമണി, അതാണ് ഹീരം. ശരചന്ദ്രനാകുന്ന വജ്രമണിയോട് കൂടിയവനെ. ശരത്കാലത്തിൻ്റെ പ്രത്യേകതയാണ് ശരത്കാല രാത്രിയിലെ തെളിവുള്ള ചന്ദ്രൻ അല്ലേ? ശരത്കാലത്തിലെ തെളിവുള്ള ചന്ദ്രൻ, അതാണ് ശരത്കാല രാത്രിയിലെ തെളിവുള്ള ചന്ദ്രനെ ചൂടാമണിയായിട്ട് എവിടെയാണ് ധരിച്ചിരിക്കുന്നത്? ജടയിൽ ധരിച്ചിട്ടുള്ളവന്. അപ്പോൾ നിങ്ങൾ ഓർക്കും വിനായകൻ എവിടെയാണ് ജട അല്ലേ? അതെന്താ ഇങ്ങനെ? നമ്മൾ ഇതിന് മുമ്പ് കണ്ടതാണ് അല്ലേ? സർപ്പത്തെ അണിഞ്ഞ കാര്യവും ഒക്കെ പറഞ്ഞു. അപ്പം ഗുരു നമ്മളെ അദ്വൈതത്തിലേക്കാണ് എത്തിക്കുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാത്തിലും ഏത് കൃതി എടുത്താലും ഇങ്ങനെയാണ് ഗുരുവിൻ്റെ സങ്കല്പം. ഗുരു നോക്കിക്കേ പറയുന്നുണ്ടോ, ശരചന്ദ്രനാകുന്ന വജ്രമണിയോട് കൂടിയവനെ.
ശരത്കാല രാത്രിയിലെ ആ തെളിവുള്ള ചന്ദ്രൻ ചൂടാമണിയായി ജടയിൽ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ശിവൻ്റെ വിശേഷണങ്ങളെല്ലാം എവിടെയും കൊടുക്കുന്നുണ്ട്, വിനായകനിലും കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. ഏത് കൃതി എടുത്താലും ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യ കൃതി എടുത്താലും അതിലും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ വിശേഷണങ്ങൾ, ശിവൻ്റെ വിശേഷണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഭാരതത്തിലെ ഈ ദേവതാ സങ്കല്പങ്ങളെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ സമുദ്രവുമായും അതുപോലെ തന്നെ പർവ്വതങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോന്നെടുത്ത് ഏതെങ്കിലും ഓരോന്ന് നമ്മളിങ്ങനെ എടുത്ത് ചിന്തിക്കുമ്പോഴും അത് സമുദ്രമായും അല്ലെങ്കിൽ ജലമായും പർവ്വതമായും ഗിരിശൃംഗങ്ങളായും ഒക്കെ ബന്ധപ്പെട്ടിരിക്കും. ഇപ്പം നമ്മൾ വിഷ്ണുവിനെ എടുക്കുക അല്ലേ, വിഷ്ണുവിന് നമ്മൾ നാരായണൻ എന്ന് പറയും അല്ലേ. എന്താണ് അത് നാരായണൻ എന്ന് പറയുന്നത്? നാരത്തിൽ അയനം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരം എന്നാ അവിടെ വെള്ളം അല്ലേ, വെള്ളത്തിൽ. അപ്പോൾ വെള്ളവുമായി അല്ലെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ശിവൻ കൈലാസത്തിലാണ്, ഗിരിശൃംഗത്തിലാണ് അല്ലേ. അപ്പോൾ അത് പർവ്വതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പർവ്വത പ്രദേശങ്ങളിലൊക്കെ കാണുന്ന പാമ്പുകളെയൊക്കെയാണ് എടുത്ത് ധരിച്ചിരിക്കുന്നത് അല്ലേ, അതും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശിവൻ്റെ ശിര അലങ്കാരങ്ങളായിട്ട് ഒക്കെ ഈ പാമ്പുകളെ ഉപയോഗിച്ചിട്ടുണ്ട്. ശിവൻ്റെ വാഹനം എന്താണെന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്? കാളയോ അല്ലേ, ഇത് കാട്ടിലെ കാളയായിട്ടാണ് സങ്കല്പിക്കുന്നത്. ശിവപത്നിയുടേതോ സിംഹമല്ല, അതും കാട്ടിൽ. അതാണ് പർവ്വതവുമായും ജലവുമായൊക്കെ ഈ ദേവതാ സങ്കല്പങ്ങളൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കൂടിയതര ആനയുടെ മസ്തകത്തിൽ, അതായത് ഈ മസ്തകത്തിൽ രത്നങ്ങളുണ്ടെന്ന് പറയുന്നത് സങ്കല്പമാണ്. കാളിദാസനൊക്കെ കുമാരസംഭവത്തിലൊക്കെ അതേക്കുറിച്ചൊക്കെ വർണ്ണനകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സിംഹം ആനയെ കൊന്നു കഴിയുമ്പോൾ എന്നിട്ട് ഇത് പോകുമല്ലോ, സിംഹം പോകുന്ന വഴി കണ്ടുപിടിച്ച് തസ്കരന്മാർ എന്തിനാണ് ഈ രത്നം എടുക്കുന്നതിന്. അപ്പോൾ പെട്ടെന്ന് ഇവർക്ക് ഈ കാൽപ്പാടുകൾ നോക്കി തിരിച്ചറിയാൻ പറ്റും. എന്നുവെച്ചാൽ ആനയെ കൊന്നിട്ട് ഈ സിംഹം പോകുമ്പോൾ ഈ മഞ്ഞിലൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പം ഈ മഞ്ഞുരുകി പോകും. അപ്പോൾ ആ പാടുകൾ വ്യക്തമായി കിട്ടത്തില്ല. എന്നാൽ ഈ രത്നങ്ങൾ, ഈ കാൽപ്പാടുകളുടെ ഇടയിൽ പതിഞ്ഞിരിക്കുന്ന രത്നങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കി ഈ തസ്കരന്മാർക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാകുന്നു. അങ്ങനെ കുമാരസംഭവത്തിലൂടെയൊക്കെ കവി വർണ്ണനയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആനയുടെ മസ്തകത്തിൽ ഇത് വരുന്നുണ്ട്, പിന്നീട് വരുന്നുണ്ട്. മസ്തകത്തിൽ എന്തുണ്ട്? രത്നമുള്ളതായിട്ട് മുന്തിയ തരം ആനയുടെ കേട്ടോ. ശ്രീവിചാരം, സുരന്മാരുടെ സൗഭാഗ്യത്തെ പറ്റിയുള്ള വിചാരത്തോട് കൂടിയത്. സുരന്മാരാരാണെന്ന് നമ്മൾ കണ്ടു അല്ലേ, കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ നമ്മൾ അതേപ്പറ്റി സൂചിച്ചത്. സുരന്മാരാരാണ്? ദേവന്മാർ അല്ലേ. സുരന്മാരുടെ സൗഭാഗ്യത്തെ പറ്റിയുള്ള വിചാരത്തോട് കൂടിയവനെ, അതായത് നിൻ്റെ കാരുണ്യപൂർവമുള്ള ആ വിചാരമാണ് ആ ആത്മീയ അംശത്തെ ഐശ്വര്യപൂർണ്ണമാക്കുന്നത്. അങ്ങനെയുള്ള നിന്നെ ഭരിക്കും. ഈ ആത്മാവെന്ന് പറയുന്ന അതിന് നാശമുണ്ടോ? ആത്മാവിന് നാശമില്ല. നമ്മൾ ഗദ്യപ്രാർത്ഥനയിലൂടെയൊക്കെ ഗുരു നമുക്കത് വെളിപ്പെടുത്തി തരുന്നുണ്ട് അല്ലേ. നാം ശരീരമല്ല അറിവാകുന്നു, ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു അല്ലേ. അത് പ്രകാശാത്മകമായ ആത്മാവ്, ആ ആത്മാവിന് പ്രകാശം ഉണ്ട്, അത് വിളങ്ങുന്നുണ്ട്. അത് അനശ്വരമാണ്. എന്നാൽ അത് കുടികൊള്ളുന്ന, ഈ ആത്മാവ് കുടികൊള്ളുന്ന ഒരു ശരീരമുണ്ടല്ലോ, അത് നശിക്കും അല്ലേ, അത് നശിക്കും, അത് ക്ഷണഭംഗുരമാണ്. അതുപോലെ തന്നെ ഈ ദേവനുണ്ടല്ലോ, നമ്മൾ പറഞ്ഞ ദേവന്മാർ ഈ ജീവജാലങ്ങളിലെല്ലാം ഇരുന്ന് സ്മരിക്കുന്ന ആത്മചൈതന്യമായിട്ട് നമ്മൾ പറയും, നമ്മൾ നമസ്തേ പറയുമ്പോൾ തിരിച്ചും നമസ്തേ പറയും, ആത്മചൈതന്യത്തെ വണങ്ങുന്നതായിട്ടാണ് അല്ലേ. ആത്മചൈതന്യമാകുന്ന ആ ക്ഷേമ ഐശ്വര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊരുളാണെന്ന് പറഞ്ഞാൽ ആ ഒരു പരം പൊരുളായിട്ടാണ് നമ്മൾ വിനായകനെ കാണുന്നത്. അതാണ് ശ്രീ വിചാരം. അതുപോലെ തന്നെ അടുത്തത് ഹൃദാർത്താരിഭാരം. ആർത്തഭാരത്ത്, ഹൃദമായ ആർത്താരിഭാരത്തോട് കൂടിയവനെ. നമ്മളെല്ലാം ദുഃഖിതരാണ്, ദുഃഖങ്ങൾ നിറഞ്ഞവരാണ്, ദുഃഖവും പേറിക്കൊണ്ട് നടക്കുന്നവരാണ് അല്ലേ. ശത്രുക്കളാൽ ഹനിക്കപ്പെട്ട് കേഴുന്നവരാണ്. അങ്ങനെയുള്ള ശത്രുക്കളാകുന്ന നമ്മുടെ ഈ ഭാരത്തെ എല്ലാം, ഈ ദുഃഖത്തെ എല്ലാം ഹരിക്കുക എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, എന്നിട്ട് ഇല്ലാതാക്കി സംരക്ഷിക്കുന്നവന്. നമ്മുടെ ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ദുഃഖത്തെ എല്ലാം ഇല്ലാതാക്കി തീർക്കുന്നവന് ആരാണ്? ഹൃദാരിഭാരം.
ദുഃഖത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ഒക്കെ ഭാരത്തിൽ അമർന്നു പോയ ഹൃദയങ്ങളെ, അതായത് നമ്മുടെയൊക്കെ ആ ദുഃഖങ്ങളുണ്ടല്ലോ, കഠിന ദുഃഖങ്ങളൊക്കെ പേറിക്കൊണ്ടാണ് നടക്കുന്നത്, അത് ആ ഭാരമെല്ലാം എടുത്തു മാറ്റി നമ്മുടെ ജീവിതത്തെ ലാഘവമുള്ളതാക്കുന്നതും അതുപോലെ തന്നെ ജീവിതത്തിന് അർത്ഥം നൽകി പ്രതീക്ഷാഭരിതമാക്കി തീർക്കുന്നതും ആരാണ്? അനന്തരൂപനായ ആ വിനായകന്. അപ്പം എല്ലാവിധ ദുഃഖങ്ങളെയും എടുത്തു മാറ്റി നമ്മുടെ ജീവിതത്തെ അർത്ഥസമ്പൂർണമാക്കുന്നവനാണ് വിനായകൻ. അടുത്തത് കടേ ദാനപൂരം. അത് നമ്മൾ മതജല പ്രവാഹം ഒഴുകുന്ന അത് നമ്മളൊന്ന് ഒരു ശ്ലോകത്തിൽ പറഞ്ഞായിരുന്നു. തടത്തിൽ ആനയുടെ കവിൾ തടത്തിൽ ദാനപൂരത്തോട്, അതായത് മതജല പ്രവാഹത്തോട് കൂടിയത്. മതജല പ്രവാഹം ഇങ്ങനെ ഒഴുകുന്ന കാര്യം നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് സൂചിപ്പിച്ച് പോയതാണ്. മതജല പ്രവാഹം മസ്തകത്തിൽ നിന്ന് പുറത്തേക്കും അതുപോലെ തന്നെ ഉള്ളിലേക്കും ഒഴുകുന്ന പറയുന്നു. കവിൾത്തടത്തിലെത്തി അത് ജീവിത രസമായിത്തീരുന്നു. പുറത്തേക്ക് വരുന്നത് അത് കവിൾത്തടത്തിലെത്തി അത് ജീവിത രസമായിത്തീരുന്നു. അതുപോലെ തന്നെ ഈ കവിളിലേക്ക് ഒഴുകി വരുന്ന മതജലം ജീവിതത്തെ വസന്ത ഉത്സവമാക്കി തീർക്കുന്ന ദൈവിക പ്രസാദമാണ്. ഉള്ളിലേക്കുണ്ട് പുറത്തേക്കുണ്ട്. പുറത്തേക്ക് വരുന്ന അത് വസന്തോത്സവമാക്കി തീർത്ത് നമ്മുടെ ഒരു ദൈവിക പ്രസാദമായിട്ടാണ് ഇതിന്. ജഡ ഭോഗിപൂരം. ജഡയിൽ ഭോഗിപൂരത്തോട് കൂടിയവനെ നമ്മൾ പഠിച്ചു അല്ലേ? ജഡയിൽ ഭോഗിന പാമ്പുകളുടെ കൂട്ടം. ഈ പാമ്പുകളെല്ലാം ജഡയിൽ ധരിച്ചിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ സങ്കല്പിച്ചു. ഇപ്പോൾ ഇത്രയും പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. ജഡയിൽ ഭോഗിപൂരത്തോട്, അതായത് പാമ്പുകളുടെ കൂട്ടത്തോട് കൂടിയവനെ. ഈ പർവ്വതങ്ങളെ അല്ലെങ്കിൽ പർവ്വത ശിഖരങ്ങളെ ജഡയായി, പർവ്വതങ്ങളുടെ ആ ശിഖരങ്ങളെ ജഡയായും അതിലെ നീരൊഴുക്കുകളെ ജഡയിൽ കെട്ടുവിണഞ്ഞ് ഇളകിക്കൊണ്ടിരിക്കുന്ന എന്തായും പാമ്പുകളായും സങ്കല്പിക്കുന്നു. നമുക്കറിയാം ജഡയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ അല്ലേ? അതിൽ നിന്ന് സ്വർഗംഗ ഭൂമിയിലേക്ക് ഒഴുകുന്നുണ്ട്. ഭഗീരഥ പ്രയത്നം ചെയ്താണ് ആ ഭൂമിയിലേക്ക് ആ സ്വർഗംഗയെ ഒഴുക്കി. അതൊക്കെ നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഒന്നും കിടക്കുന്നില്ല. ഇനി അതാണ് ജഡ ഭോഗിപൂരം. അതൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. ജഡയിൽ ഭോഗിപൂരത്തോട് കൂടിയാണ്. കല ബിന്ദു താരം. ഇവിടെ കലയുണ്ടോ? കലയും ഞാനും അല്ല കേട്ടോ. കലയും ഞാനും താരങ്ങളാണെന്നല്ല. കല ബിന്ദു എന്നീ പദങ്ങൾ, ഈ രണ്ട് പദങ്ങളുണ്ടല്ലോ, കല എന്ന പദവും ബിന്ദു എന്ന പദവും തന്ത്രശാസ്ത്രത്തിലുള്ള പദങ്ങളാണ്. രണ്ട് പദങ്ങളാണ് കലയും ബിന്ദുവും. ശിവനെയും വിനായകനെയും സുബ്രഹ്മണ്യനെയും ഒക്കെ ആരാധിക്കുന്നവർക്ക് ഓരോരോ തന്ത്ര സമ്പ്രദായങ്ങളുണ്ട്. ശിവനെ ശൈവ സമ്പ്രദായവും വിഷ്ണുവിനെ ആരാധിക്കുന്നവർക്ക് വൈഷ്ണവ സമ്പ്രദായവും അതുപോലെ തന്നെ വിനായകനെ ആരാധിക്കുന്നവർക്ക് ഗാണപത്യം എന്ന സമ്പ്രദായം, അതായത് തന്ത്രശാസ്ത്രത്തിൽ ആ തന്ത്രത്തെ, വിനായകനെ ആരാധിക്കുന്ന തന്ത്രത്തെ ഗാണപത്യം എന്നിങ്ങനെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് അദ്വൈതിയാണ് അല്ലേ? ആ അദ്വൈതത്തിലേക്ക് നമ്മളെല്ലാം കൊണ്ടുവന്നത്. ഗുരുവിൻ്റെ ഏത് കൃതി എടുത്താലും അതിലൂടെ ഗുരു നമ്മളെ, ആ വേദാന്തിയായ ഗുരു എന്തെങ്കിലുമൊക്കെ പഴയ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പുതുക്കി നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞു കല ബിന്ദു, ഇത് രണ്ടും തന്ത്രശാസ്ത്രത്തിലുള്ള രണ്ട് പദങ്ങളാണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ കലാ ബിന്ദു താരം. ഇവിടെ താരം എന്നുള്ള വേറെ അർത്ഥങ്ങളൊക്കെ നമുക്കറിയാം. ഇവിടെ നമ്മൾ എടുക്കുന്നത് തരണം ചെയ്യുന്നവനെ എന്ന് എടുക്കണം. കലയെയും ബിന്ദുവിനെയും തരണം ചെയ്യുന്നവൻ എന്ന അർത്ഥം എടുക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. കല എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു അംശമാണ്. നമ്മൾ പറയും ചന്ദ്രകല, പൂർണ്ണചന്ദ്രൻ്റെ ചെയ്ത് വരുമ്പോൾ അതിലൊരു ചെറിയ കല അല്ലേ? ഒരു ചെറിയ നമ്മൾ പറയുന്നത് തേങ്ങാപ്പൂവിൻ്റെ ആ ആകൃതിയിലുള്ള ഒരു ചന്ദ്രകല അല്ലേ? അത് ഒരു ചെറിയ ഒരു അംശം മാത്രമാണ്. ആകെയുള്ള ആ പൂർണ്ണമായ ആ സത്തയുടെ ഒരു ചെറിയ അംശമായിട്ട്, അതാണ് എന്ത്? കല. കല എന്ന് പറയുന്ന പൂർണ്ണമായ ആ പരമ്പൊരുളിൻ്റെ ഒരു ചെറിയ ഒരു അംശം മാത്രം, അങ്ങനെ സങ്കല്പിക്കുക. ഇനി തന്ത്രശാസ്ത്രത്തിലൊക്കെ പറയപ്പെടുന്നത് ഓരോരോ കഥകളായിട്ട് ഇങ്ങനെ ഐതിഹ്യങ്ങളായിട്ടും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ശിവശക്തികളുടെ സംയോഗമാണ് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമെന്നാണ് തന്ത്രശാസ്ത്രത്തിൽ സിദ്ധാന്തം പറയുന്നത്. അങ്ങനെ ആ സംയോഗ ഫലമായി ഉണ്ടാകുന്ന ആനന്ദ നിർവൃതിയാണ് നാദം. ശിവശക്തിയുടെ സംയോഗമാണ് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണം. ആ
സംയോഗഫലമായി ഉണ്ടാകുന്ന ആനന്ദ നിർവൃതിയാണ് എന്ത് നാദം എന്നറിയപ്പെടുന്നത്. ആ നാദം ഉറഞ്ഞുകൂടിയാണ് എന്തായിത്തീരുന്നത് ബിന്ദുവായിത്തീരുന്നത്. കല എന്താണെന്ന് പറഞ്ഞു ആ പരമ്പരളിയുടെ ഒരംശം. ഇവിടെ ബിന്ദു എന്താണെന്ന് പറഞ്ഞു ആ പ്രപഞ്ച സൃഷ്ടിയുടെ ആനന്ദ നിർവൃതിയുടെ ഉറഞ്ഞുകൂടി അതിൽ ആ നാദം ഉറഞ്ഞുകൂടി ഉണ്ടായ ഒന്നാണ് ബിന്ദു. അതാണ് പ്രപഞ്ചത്തിൻ്റെ ബീജം എന്നറിയുന്നത് ബിന്ദു. ഈ ബിന്ദു ആ പ്രപഞ്ച ബീജം പൊട്ടിവിടർന്നാണ് ശബ്ദം. ശബ്ദം എന്ന് പറഞ്ഞാൽ ഏതാണ് പ്രണവമന്ത്രം. ഏതാണത് അക്ഷരബ്രഹ്മം. ഏതാ ഓങ്ക അല്ലേ? നമ്മൾ പറയുന്നത് എങ്ങനെ ഓം എന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെയാണോ ശരിക്കും? ഓം ആ എന്നാണ് അക്ഷരബ്രഹ്മത്തിൽ. അക്ഷരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആയിൽ തുടങ്ങണം. ആയിലാണ് അത് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ആ തുടങ്ങണം. ആ ഓ മ അതാണ് ഓം. നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഓ ശരിക്കും ആ സ്ഫുടത അക്ഷരബ്രഹ്മം. അതാണ് പറയുന്നത് ഓങ്കാരം അക്ഷരബ്രഹ്മമാണെന്ന് നമ്മൾ നോക്കുമ്പോൾ ഓം എന്നല്ല പറയുന്നത്. അപ്പോൾ ആ ശബ്ദബ്രഹ്മം പൊട്ടിവിടർന്നത് ആണ് ബിന്ദു ഇല്ലേ? പൊട്ടിവിടർന്നതാണ് ആ ശബ്ദബ്രഹ്മം. കലയെയും ഈ ബിന്ദുവിനെയും തരണം ചെയ്ത് ശുദ്ധമായ ആ അദ്വൈത ബോധത്തിലെത്തിക്കുന്നവനെ ആരാണ്? വിനായകൻ. കലയെയും ബിന്ദുവിനെയും തരണം ചെയ്തു. അതാണ് പറഞ്ഞത് ഇവിടെ തരണം ചെയ്തു എന്ന വാക്കെടുക്കുക. തരണം ചെയ്ത് ശുദ്ധമായ അദ്വയ ബോധത്തിലെത്തിക്കുന്നവനെയാണ് എത്തിക്കുന്നവനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഈ ഇതിൻ്റെ സാരം. കല ബിന്ദു സാരം. ശൈവവീരം. ശൈവം ആരാ? ശിവനെ സംബന്ധിക്കുന്ന ആ വീര്യത്തിൻ്റെ എല്ലാം സാരമായിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ശിവന്റെ ഗുണഗണങ്ങളെല്ലാം അതിലേക്ക് ചാർത്തി കൊണ്ടുപോകാണ് ചെയ്യുന്നത്. വ്യാകൃതവും അവ്യാകൃതവുമായ ഭാവങ്ങളിലിരിക്കുന്ന സർവ മംഗളസ്വരൂപിയായ ആ ശിവന്റെ എല്ലാ തേജസ്സുകളും എല്ലാം എങ്ങോട്ട് കൊടുക്കുന്നുണ്ട്? അതെല്ലാം ഒത്തിണങ്ങിയവനെ ആരാണ്? വിനായകനെ. അപ്പം അങ്ങനെയെല്ലാമുള്ള ആ വിനായകനെ ഞാൻ ഭജിക്കുന്നു. അപ്പോൾ ഒന്നും കൂടെ നോക്കിക്കേ. ഏതാ? പുരസ്താരഹാരം ശരചന്ദ്രഹീരം സുരശ്രീ വിചാരം ഹൃദാത്താരിഭാരം കടേ ദാനപൂരം ജടാഭോഗിപൂരം കലാബിന്ദുതാരം ഭജേ ശൈവം. അടുത്തൊന്ന് നോക്കിയേ. കരാരൂഢമോക്ഷം വിവദ്ഭംഗദക്ഷം ചലത്സാരസാക്ഷം പരാശക്തിപക്ഷം ശ്രിതാമർത്യവൃക്ഷം സുരാരിദ്രുതക്ഷം പരാനന്ദപക്ഷം അജേ ശ്രീ ശിവാക്ഷം. നുടി കരാരൂഢമോക്ഷം വിപദ്ഭംഗദക്ഷം ചലസാരസാക്ഷം പരാശക്തിപക്ഷം ശ്രിതാമർത്യവൃക്ഷം സുരാരിദ്രുതക്ഷം പരാനന്ദപക്ഷം അജേ ശ്രീ ശിവാക്ഷം. കരാരൂഢമോക്ഷം. കരമെന്ന കൈ, ആരൂഢം എന്നതാ അത് ഉയർത്തിപ്പിടിക്കുന്ന എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ കരത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന എന്താണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്? മോക്ഷം. കരാരൂഢമോക്ഷം. കര ആരൂഢം മോക്ഷം. ആ മൂന്ന് വാക്ക്. കരാരൂഢമോക്ഷം. കരത്തിൽ അഥവാ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മോക്ഷത്തോടു കൂടിയവനെ. നമുക്ക് പിന്നെ പറഞ്ഞു തരാം കേട്ടോ. നമ്മളെല്ലാം എന്തിനെ ആഗ്രഹിക്കുന്നത്? മോക്ഷത്തെ ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും ആ പരമമായ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ് അല്ലേ? ഇവിടെ തൻ്റെ ഭക്തന്മാരെയൊക്കെ ഈ സംസാര ബന്ധത്തിൽ നിന്ന് മുക്തരാക്കുവാനായിട്ട് തയ്യാറായിട്ട് ഇവിടെ ഭഗവാൻ ഇരിക്കുകയാണ് ചെയ്യുന്നത്. തന്നെ ശരണം പ്രാപിക്കുന്നവരെയൊക്കെ സ്നേഹപൂർവ്വം അല്ലെങ്കിൽ പ്രേമപൂർവ്വം രക്ഷിക്കാൻ സദാ സന്നദ്ധനായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് യാതൊരു ആരൂഢൻ. ഇവിടെ ഇപ്പോൾ യോഗാരൂഢൻ എന്ന ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഇത് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇന്ദ്രിയാർത്ഥങ്ങളിലും കർമ്മങ്ങളിലും ഒക്കെയുള്ള യാതൊരു സംഘവും കൂടാതെ എന്ന് പറഞ്ഞാൽ യാതൊരു അതുമായിട്ടുള്ള ഒരു അടുപ്പവും കൂടാതെ അതല്ല ഒട്ടലും കൂടാതെ പരിത്യജിച്ചിരിക്കുന്നവനെയാണ് യോഗാരൂഢൻ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിൻ്റെ
ദർശനമാലയിൽ 10 ദർശനങ്ങളുണ്ട്. അതിൽ 10ാമത്തെ ദർശനമായ നിർവാണ ദർശനത്തിലൂടെ അതിൽ 5ാമത്തെ ശ്ലോകത്തിൽ ദക്ത്വാ ജ്ഞാനാഗ്നിനാ സർവം ഉദ്ദിശ്യ ജഗതാംഹിതം കരോതി വിധിവത്കർമ്മ ബ്രഹ്മവിത് ബ്രഹ്മണി സ്ഥിത. ആ ബ്രഹ്മവിത്താണ് എന്ന് ഗുരു തന്നെ നമുക്ക് സമർത്ഥിച്ച് തരികയാണ് ചെയ്യുന്നത്. ഏതാ 10ാമത്തെ ദർശനമായ നിർവാണ ദർശനത്തിലൂടെ. അപ്പോൾ അവിടെ ആ ബ്രഹ്മവിത്ത് എന്താണ്, യോഗാരൂഢൻ എന്നാണ് എന്നൊക്കെ നമുക്ക് അന്നേരം മനസ്സിലാവും. കൂടുതൽ അതിനെപ്പറ്റി അത്രയും മാത്രം ഒന്ന് സങ്കല്പിച്ചു പോവുക. കരാരൂഢ മോക്ഷം, കരത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ മോക്ഷത്തോട് കൂടിയവന് ഇത് മാത്രം മനസ്സിലാവും. പിന്നെ അടുത്ത് വിപത് ഭംഗദക്ഷം. വിപത്തുകളെയൊക്കെ ഭഞ്ജിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിപത്തുക്കളുടെ ഭംഗത്തിൽ ദക്ഷനായവൻ എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ ആപത്തുകളെയൊക്കെ ഭഞ്ജിപ്പിക്കുന്നതിൽ സാമർഥ്യമുള്ളവൻ ആരാ? നമ്മൾ നേരത്തെ കണ്ടു, വിനായകൻ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും, അതോടൊപ്പം തടസ്സങ്ങളൊക്കെ മാറ്റുകയും ചെയ്യും. വിപത്തുക്കളുടെ ഭംഗത്തിൽ ദക്ഷനായവനെ, അതായത് ഭക്തന്മാരുടെ ആശ്രയിക്കുന്നവരെ, തൻ്റെ ഭക്തന്മാരുടെ ആപത്തുകളെയൊക്കെ ഭഞ്ജിപ്പിക്കുന്നതിൽ സാമർഥ്യമുള്ളവനെ, ജീവിതത്തിൻ്റെ സുഗമമായ ഗതിക്ക് നമ്മുടെ ആ ജീവിതത്തിലേക്കുള്ള നല്ല വഴി തെളിച്ചു വിടുവാൻ അതിന് തടസ്സമായി നിൽക്കുന്നതിന് എല്ലാ ആപത്തുകളെയും തട്ടി മാറ്റുന്നതിൽ ബദ്ധശ്രദ്ധനായി, അതായത് ജാഗരൂകനായി നിൽക്കുന്നവനാണ് ആര്? അല്ല, വിപത് ഭംഗ ദക്ഷം. വിപത്തുക്കളെല്ലാം തട്ടിമാറ്റും. നോക്കാം, ഇങ്ങനെ അപകടങ്ങളെയൊക്കെ മാറ്റാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ ജാഗരൂകനായിരിക്കുകയാണ് ഇങ്ങനെ. അടുത്ത വാക്ക് നോക്കി, ചലത് സാരസാക്ഷി. അക്ഷം. ചലത്ത്, സാരസം, അക്ഷം. ചലത്ത് എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന, സാരസം എന്ന് പറഞ്ഞാൽ താമരപ്പൂവുകൾ, സാരസം. അക്ഷം എന്നതാണ് കണ്ണ്. ചലത്തുക്കളായ എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഇളകിക്കൊണ്ടിരിക്കുന്ന താമരപ്പൂ ഇതളുകൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയവൻ. അതായത് വിനായകൻ നമ്മളെല്ലാം, നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കണ്ണുകൾ ഇങ്ങനെ എല്ലാവരിലേക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അതായത് ഈ വണ്ടുകൾ ഇങ്ങനെ പറന്നു പോകുന്ന പോലെ തോന്നുമെന്നാണ് പറയുന്നത്. കണ്ണുകളിലേക്ക് ഈ ഭക്തന്മാരുടെ ആവശ്യങ്ങളെല്ലാം കണ്ടറിയുന്നതിന് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും കണ്ണുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് നമുക്ക് അല്ലേ? അങ്ങനെ കണ്ണയച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഈ വണ്ടുകളെല്ലാം പറ്റിക്കൊള്ളുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇവിടെ ചലത്തുക്കളായ, ചലത്ത് എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന സാരസങ്ങൾ, അതായത് താമരപ്പൂവിൻ്റെ ആ ഇതളുകൾ പോലെയുള്ള അക്ഷി കണ്ണുകളോട് കൂടിയവനെ. പരാശക്തി പക്ഷം, പര്യായ ശക്തി പാർശ്വത്തിലുള്ളവനെ, പക്ഷത്തിലുള്ളവനെ. പരാശക്തി ആരാ? പരാശക്തി ദേവി. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ശക്തി കൂടെ ഇല്ലെങ്കിൽ ശിവൻ വെറും ശവം എന്നാണ് പറയുന്നത്. ആ ശക്തിയും കൂടെ വേണം, എങ്കിലേ ഉള്ളൂ ശിവന് ശക്തിയുള്ളൂ. അത് പരാശക്തി, പര്യായ ശക്തി പക്ഷത്തിൽ പാർശ്വത്തിൽ ഉള്ളവനെ. പരാശക്തി ഒരു പാർശ്വമായിട്ടുള്ളവൻ, അതായത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും തിരികെ ലയിപ്പിക്കുന്നതിനും, അതായത് വിലയിപ്പിക്കുന്നതിനും ശക്തിയുള്ളവനാണ്. അങ്ങനെയുള്ള ആ വിനായകനെ, ശിവന്റെ ഗുണഗണങ്ങളും കൂടെ വിനായകനിലേക്ക് സങ്കല്പിക്കുകയാണ്. പരാശക്തി പക്ഷം, പര്യായ ശക്തി പാർശ്വത്തിലുള്ളവനെ. ശ്രുതാമർത്യ വൃക്ഷം, ആ വാക്ക് നോക്കിയേ. ശ്രുത, മർത്യ അല്ല, അമർത്യ കേട്ടോ. ശ്രുത, എന്നുള്ള ദീർഘം ഉണ്ടല്ലോ, ശ്രുത എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്നു. ശ്രുത എന്നല്ല, ശ്രുത. പിന്നെ അമർത്യ കേട്ടോ, മർത്യ അല്ല, മായുടെ അല്ല, ദീർഘമുണ്ടല്ലോ, അകാരം അവിടെ ഇട്ട്. ശ്രുത അമർത്യ വൃക്ഷം. ശ്രുത എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്നവർക്ക്, ശ്രുതന്മാർക്ക്, ആശ്രയിക്കുന്നവർക്ക്. അമർത്യ വൃക്ഷം, അമർത്യ വൃക്ഷം എന്ന് പറഞ്ഞാൽ ദേവവൃക്ഷം. ദേവവൃക്ഷമായിരിക്കുന്നവനെ ശ്രുതന്മാർക്ക് അഥവാ ആശ്രയിക്കുന്നവർക്ക്. അമർത്യവൃക്ഷം, ദേവവൃക്ഷമായിരിക്കുന്നവനെ എന്നേ ഉള്ളൂ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ, എല്ലാവരും അങ്ങ് ചേർത്ത് വായിക്കുമ്പോൾ അങ്ങ് പറയും മർത്യവൃക്ഷം എന്ന് പറയും. മർത്യവൃക്ഷമല്ല, അമർത്യവൃക്ഷമാണ് കേട്ടോ. അതൊന്ന് ഓർത്താൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. ഇപ്പം ദേവവൃക്ഷങ്ങളെല്ലാം നമുക്ക് നല്ലതാണ് തരുന്നത്. സുഖസാമഗ്രികൾ, സുഖത്തിന് വേണ്ടിയുള്ളതെല്ലാം തരുന്നത് അല്ലേ? എന്ന് പറയും കാമധേനു എല്ലാം തരുമെന്ന് അല്ലേ? ആ ദേവവൃക്ഷങ്ങൾ സുഖസാമഗ്രികൾ മാത്രമാണ് നമുക്ക് തരുന്നത്.
എന്നാൽ ആ പരമാത്മ തത്വം ഉണ്ടല്ലോ, അതെന്താ നമുക്ക് തരുന്നത്? നമുക്ക് വരമായി തരുന്നത് മുക്തിയെ ആ പരമാത്മ തത്വം തരുന്നു. ദേവവൃക്ഷങ്ങൾ നമുക്ക് സുഖ സാമഗ്രികൾ തരുന്നു, എന്നാൽ പരമാത്മ തത്വമാകട്ടെ നമുക്ക് ചോദിക്കാതെ തന്നെ മുക്തിയെയാണ് പരമായി തരുന്നത്. ഇവിടെ കാമ്യങ്ങളായിട്ടുള്ള എല്ലാം നൽകുന്ന ദേവവൃക്ഷങ്ങളാണെങ്കിൽ ആ പരമാത്മ തത്വം തന്നെയായിട്ടാണ് നമ്മളിവിടെ വിനായകനെ കാണുന്നത്. ആ പരമാത്മ തത്വം തന്നെയായ ആ വിനായകൻ നമുക്ക് എന്താ തരുന്നത്? മുക്തി മനുഷ്യന് തരും. ഈ ദേവവൃക്ഷങ്ങളുണ്ടല്ലോ, ദേവവൃക്ഷങ്ങൾ ഏതൊക്കെയാണ്? മന്ദാരം, പാരിജാതം, സന്താനം, കൽപ്പവൃക്ഷം, ഹരിചന്ദനം. വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു, എവിടെയെങ്കിലും ഒക്കെ പ്രയോജനപ്പെടും. മന്ദാരം, പാരിജാതം, സന്താനം. പറഞ്ഞു, സന്താനം പറഞ്ഞു. വൃക്ഷങ്ങൾ ദേവവൃക്ഷങ്ങൾ: മന്ദാരം, പാരിജാതം, സന്താനം, കൽപ്പവൃക്ഷം, ഹരിചന്ദനം എന്നിങ്ങനെ 5 ദേവവൃക്ഷങ്ങൾ. അപ്പൊ മനുഷ്യന് ഏതാ വിട്ടുപോയി? മന്ദാരം, പാരിജാതം, സന്താനം, കൽപ്പവൃക്ഷം, ഹരിചന്ദനം. അഞ്ചെണ്ണായൽ. കൽപ്പവൃക്ഷങ്ങളിൽ ഒന്നാണ്. സുരാരി ദൃദക്ഷം. സുരാരി അല്ല നമ്മൾ കണ്ടു അല്ലേ? സുരന്മാരുടെ അസുരന്മാർ. സുരൻ ദേവൻ, ദേവന്മാരുടെ ശത്രു അസുരന്മാർ. സുരാരി. ദൃക്കൾ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളാണ് കേട്ടോ. ദൃക്കൾ സുരാരി ദൃക്കൾ. തക്ഷാവ് എന്ന് പറഞ്ഞ ശില്പിയാണ്. ഈ മരപ്പണിയൊക്കെ ചെയ്യുന്ന ശില്പി, അതാണ് തക്ഷാവ്. ഇവിടെ ഇപ്പം ഈ മരങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു തടി കൊടുക്കുകയാണെങ്കിൽ ആ ശില്പി അതിന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളി കൊണ്ട് ഇങ്ങനെ ചെത്തി കളയും അല്ലേ? വേണ്ടാത്ത കുറേ കാര്യങ്ങളെല്ലാം മാറ്റും. എന്നിട്ടാണ് അതിനെ നല്ല ചാരുതയാർന്ന മനോഹരമായൊരു ശില്പമാക്കി മാറ്റുന്നത് ശില്പി, അല്ലെങ്കിൽ ആ തക്ഷാവ് അല്ലേ? നമ്മൾ നോക്കിയാൽ അതിന് നമുക്കറിയാൻ പറ്റുമോ? എന്നാൽ ആ ശില്പിക്ക് അതിൻ്റെ ഒരു മനോധർമ്മമുണ്ട്. അതനുസരിച്ച് ആ ശില്പി അതിനാവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം കളയും, വേണ്ടാത്തതൊക്കെ കളയും. അതുപോലെ നമ്മളിലും വേണ്ടാത്തതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് നോക്കി അറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നശിപ്പിച്ച് നമ്മളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ശില്പിയാണ് ആര്? സുരാരികളാകുന്ന, അതായത് അസുരന്മാരാകുന്ന വൃക്ഷങ്ങൾക്ക് തക്ഷാവായിട്ടുള്ളവനെ, അതായത് ശില്പിയായിട്ടുള്ളവനെ സുരാരി ത്രിദക്ഷം അല്ല, പരാനന്ദപക്ഷം, പരമമായ ആനന്ദം പക്ഷമായിട്ടുള്ളവനെ, ഉണയായിട്ടുള്ളവനെ, നമ്മളോടൊപ്പം ആനന്ദം ഉണ്ട്, ആ ആനന്ദത്തെ തരുന്നവനെ, അതായത് ആ വിനായകൻ്റെ അല്ലെങ്കിൽ നിൻ്റെ കരുണാമയമായ സംരക്ഷണം ലഭിക്കുക എന്നത് തന്നെയാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതാണ്. അപ്പം അങ്ങനെ ആ ലക്ഷ്യമുള്ളവന്, അങ്ങനെ കരുതുന്നവന് ആ ഭഗവത് പ്രസാദത്തിൻ്റെ ആനന്ദ നിർവൃതി ലഭിക്കുക എന്നാണ് പറഞ്ഞത്. പരയുടെ പരമമായ ആനന്ദം പക്ഷമായിട്ടുള്ളവനെ അല്ലെങ്കിൽ തുണയായിട്ടുള്ളവനെ പരാനന്ദ പക്ഷം. ശ്രീ ശിവാക്ഷം, ശ്രീയോട് കൂടിയ ശിവൻ കണ്ണുകളിൽ ഉള്ളവനെ ഞാൻ പഠിക്കുന്നു. ശ്രീ ആരാ? ശ്രീ ഐശ്വര്യൻ. ശിവമയനായ ശിവനും ശ്രീയും ഒരുമിച്ചിരിക്കുന്നത് ആരുടെ കണ്ണിലാണോ ആ വിനായകനെ ഞാൻ പഠിക്കുന്നു. ശിവനും ശ്രീയും ഒരുമിച്ചിരിക്കുന്നു. എല്ലാ ഐശ്വര്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ദേവതയാണ് ആര്? ലക്ഷ്മി അല്ലേ? ശ്രീ. ശിവനെ നമ്മളെങ്ങനെ കാണുന്നത്? സംഹാരദേവനായിട്ട് കാണുന്നല്ലേ? സംഹാരദേവനായിട്ട് നമ്മൾ കാണുന്നത്. ഈ ശിവൻ എന്താ ചെയ്യുന്നത്? ഈ ഗുണങ്ങളെയെല്ലാം ചുട്ടുകരിച്ച് ഭസ്മമാക്കിയിട്ട് ത്രിപുണ്ട്രക്കുറി കാലത്തിൽ അണിയും അല്ലേ? നിങ്ങളതൊക്കെ പഠിച്ചതാണ് അല്ലേ? ത്രിപുണ്ട്രക്കുറി അണിയുന്ന കാര്യമൊക്കെ പഠിച്ചത് അല്ലേ? അങ്ങനെ ഗുണങ്ങളെയെല്ലാം ചുട്ടുകരിച്ച് അതിൻ്റെ ചാമ്പൽ ദേഹത്ത് പൂശി നടക്കുന്നവനാണ് ആര്? ശിവൻ. സംഹാരദേവനായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്.
ശിവമയമായി ജീവിക്കുന്നവർക്ക് ലൗകികമായ യോഗക്ഷേമങ്ങൾ സ്വാഭാവികമായി വന്നു ചേരുമെന്ന് പറയുന്നത്. അങ്ങനെ ശിവനും ലക്ഷ്മിയും ഒരേ വിനായകൻ്റെ കണ്ണുകളിൽ കുടികൊള്ളുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ശിവനും ആ ശ്രീയും ആ വിനായകൻ്റെ കണ്ണുകളിലുണ്ട് എന്ന് നമ്മൾ അതിനകത്ത് വേറെ ഒന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കരാരൂഢമോക്ഷം വിപദ്ഭംഗദക്ഷം ചലസാരസാക്ഷം പരാശക്തിപക്ഷം സുധാമധ്യവൃക്ഷം സുരാരിദ്രുതക്ഷം പരാനന്ദപക്ഷം അജയ് ശ്രീ ശിവ. രാമത്തെ നോക്കുകയും സദാശം സുരേശം സദാപാദുനീശം നിദാനോദ്ഭവം ശാങ്കരപ്രേമകോശം ധൃതശ്രീനിശേഷം ലസദന്തകോശം ചലചൂലപാശം അജീകൃത്തപാശം സദാശം സുരേശം സദാ പാദും ഈശം നിദാനോദ്ഭവം ശാങ്കരപ്രേമകോശം ധൃത ശ്രീ നിശേഷം ലസദന്തകോശം ചലചൂലപാശം അജീകൃത്തപാശം. നോക്കിക്കേ, സദാശം, സദാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ശം, ഷമ്മിനെ പ്രദാനം ചെയ്യുന്നത്. ഷം എന്ന് പറഞ്ഞാൽ സന്തോഷം, ഐശ്വര്യം, ആനന്ദം, ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു അല്ലേ. സദാ ഷം, എല്ലായ്പ്പോഴും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ആനന്ദ സ്വരൂപനായിരിക്കുന്നവനെ ശിവന് നമ്മൾ ശംഭു എന്ന് പറയും അല്ലേ, ശങ്കരൻ എന്ന് വിളിക്കും അല്ലേ. സുഖത്തെ ഉണ്ടാക്കുന്നവനായിട്ടാണ് ശങ്കരൻ എന്ന് നമ്മൾ കാണുന്നത്. ധ്യാനനിരതനായി തന്നിൽ തന്നെ അമർന്നിരിക്കുന്ന ശിവനാണ് ശംഭുവും ശങ്കരനും ഒക്കെ ആയിരിക്കുന്നത് കേട്ടോ. ഈ ശ്ലോകത്തിനകത്ത് പശുപതി എന്ന രൂപത്തിലാണ് ശിവന്റെ ആ ഭാവം എന്നാണ് പറയുന്നത്. ജീവജാലങ്ങളുടെ എല്ലാം പതിയായിരിക്കുന്നവനാരാ? ശിവനാണ് അല്ലേ. സദാ എല്ലായ്പ്പോഴും ആനന്ദ സ്വരൂപമായിരിക്കുന്നവനെ എന്നുള്ള അർത്ഥം മനസ്സിലാക്കിയാൽ മതി. പിന്നെ സുരേഷം, സുരന്മാരുടെ ഈശനെ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണേണ്ടത് സുരന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് ജ്ഞാനത്തിൻ്റെ ഈശനെ എന്നാണ്. ആ വിനായകൻ്റെ ആ ജ്ഞാനത്തിൻ്റെ ഈശനെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ജ്ഞാനത്തിൻ്റെ ആ പ്രകാശം നമ്മളിലെല്ലാം തലങ്ങളിലായിട്ടാണ് വ്യാപരിക്കുന്നത്. ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ, അന്ധക്കരണത്തിൻ്റെ തലത്തിൽ, ആത്മാവിൻ്റെ തലത്തിൽ. അത് നമ്മൾ ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ നിന്ന് ഉയർത്തി ആ അന്ധക്കരണങ്ങളുടെ തലത്തിലേക്കും അവിടെ നിന്ന് ഉയർത്തി ആത്മാവിൻ്റെ തലത്തിലെത്തിക്കണം. ആത്മാവിൻ്റെ തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ആ ജ്ഞാനത്തിൻ്റെ പ്രകാശമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കൂടുതൽ അതിലേക്കൊന്നും പോകുന്നില്ല, ഇങ്ങനെ മനസ്സിലാക്കുക. സുരന്മാരുടെ ഈശനെ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ ഈശനെ എന്ന് മനസ്സിലാക്കുക. സദാ പാതും ഈശ, സദാ എപ്പോഴും അല്ലേ. പാതും ഈശൻ, ഈശനെ രക്ഷിക്കുന്നതിന്, എപ്പോഴും നമ്മളെ രക്ഷിക്കുന്നത് ആ ഈശൻ. പരമാത്മാവിൻ്റെ സർവ സംരക്ഷക സ്വഭാവം നാം നേരത്തെ ഓരോ ശ്ലോകങ്ങളിലൂടെ ഇങ്ങനെ കണ്ടു വരുന്നതാണ്. ഇവിടെ നമ്മളെപ്പോഴും സംരക്ഷിക്കുന്നത് എന്നുള്ള അർത്ഥമാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. സദാ പാതും ഈശൻ, ആ ഈശൻ നമ്മളെ എപ്പോഴും സംരക്ഷിക്കുന്നു, എപ്പോഴും രക്ഷിക്കുന്ന ആ ഈശൻ എന്നുള്ളതേ ഉള്ളൂ. നിദാനോദ്ഭവം, നിദാനം എന്ന് പറഞ്ഞാൽ ആദി കാരണം. ആരിൽ നിന്ന് ഉത്ഭവിക്കുന്നുവോ അവനെ, എവിടെയാണോ ആദ്യമായിട്ടുള്ള ആ കാരണം. നിദാനം കാരണം, ആദ്യ കാരണം. നമ്മൾ ഏതാണ് ആദ്യം ഉണ്ടായത്, ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ സങ്കല്പിച്ച് പോകുമ്പോൾ അത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നാൽ അദ്വൈത ദീപികയിൽ എങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ദർശനമാലയിൽ പറയുന്നുണ്ട് പ്രപഞ്ച സൃഷ്ടി എങ്ങനെയാണ്. അതൊക്കെ പോട്ടെ, നമുക്ക് പിന്നീട് ഓരോ കൃതികളിലൂടെ ഇങ്ങനെ വരുമ്പോൾ മനസ്സിലാവും. നിദാനോദ്ഭവം ശാങ്കര പ്രേമകോശം, ശങ്കരൻ്റെയും ശാങ്കരിയുടെയും കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ശാങ്കരമായ, അതായത് ശങ്കരനെയും ശങ്കരിയെയും സംബന്ധിക്കുന്ന ആ പ്രേമത്തിന് കോശമായിട്ടുള്ളവനെ, ശിവന്റെയും ശക്തിയുടെയും
പ്രേമം ഫലവത്തായി തീർന്ന മാതിരി അനുഭവപ്പെടുന്ന അതാരായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്? വിനായകനായിട്ടാണ് ഇവിടെ സങ്കല്പിക്കുന്നത്. ശിവൻ്റെയും ശക്തിയുടെയും പരാശക്തിയുടെയും പ്രേമം ഫലവത്തായി തീർന്ന മാതിരി അനുഭവപ്പെടുന്ന ആ ശാന്തിയും നിർവൃതിയും ആയിട്ടുള്ളവനെ ഇവിടെ അതാരായിട്ടാണ്? വിനായകനായിട്ട് കാണുന്നത്. ധൃത ശ്രീ നിശേഷം. ധൃതമായ എന്ന് വെച്ചാൽ ധരിക്കപ്പെട്ടവനായ ശ്രീ നിശേഷനോട് കൂടിയവനെ. ശ്രീയുക്തനായ ചന്ദ്രനാണ് ശ്രീ നിശേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ശ്രീ നിശേഷൻ, ശ്രീയോട് കൂടിയ ഐശ്വര്യമുള്ള ആ ചന്ദ്രൻ. തലയിൽ ചന്ദ്രനെ ധരിച്ചിരിക്കുന്നവനാരാ? ശിവനാണ്. വിനായകനെ ഇവിടെ ശിവൻ്റെ എല്ലാ ഗുണഗണങ്ങളും കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഇനി അതിൽ ഒരു സംശയം ഉണ്ടാവില്ല. നമ്മൾ ഈ കൃതികളിലൂടെ കടന്നു വരുമ്പോൾ നമുക്കത് എപ്പോഴും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ കാണുന്ന രാത്രിയുടെ ഈശ്വരനെ ആരായിട്ടാണ് കാണുന്നത്? ചന്ദ്രനെയല്ലേ നമ്മൾ കാണുന്നത്, അല്ലേ? മനസ്സിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ നിശേഷനെ കാണുന്നത് കേട്ടോ. ലസദന്തകോശം, ലസത്തായ എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന ദന്തകോശത്തോട് കൂടിയവനെ. ദന്തകോശം, ദന്തമാകുന്ന പൂമൊട്ടോട് കൂടിയവനെ. ഇപ്പം നമ്മുടെ പല്ലുകളെയൊക്കെ നമ്മളെങ്ങനെയാണ് പല്ലുകളെ പറയുന്നത്? നല്ല പല്ലുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? മുല്ലമൊട്ട് പോലെയുള്ള പല്ലുകൾ എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ പിച്ചിമൊട്ട് പോലെയാണ് ഇതിനെ പറയുന്നത്. ആനക്കൊമ്പിനെ വർണ്ണിക്കുന്നത്. നല്ല ലക്ഷണമൊത്ത ആനക്കൊമ്പിന് വന്ന് പിച്ചിമൊട്ട് പോലെയാണ്. ലസത്തായ ശോഭിക്കുന്ന ദന്തകോശത്തോട് കൂടിയവനെ. ദന്തകോശം എന്ന് പറഞ്ഞാൽ ദന്തമാകുന്ന ആ പൂമൊട്ടിനെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല വടിവുള്ള ആനക്കൊമ്പ് എങ്ങനെ ഇരിക്കും എന്ന് പറയുന്നത്? ആ ലക്ഷണമൊത്ത ആനക്കൊമ്പ് പിച്ചിമൊട്ട് പോലെ ഇരിക്കും. അതിന് നല്ല കാഠിന്യമുള്ളതാണ്. അതല്ലേ ആന വൃക്ഷങ്ങളും ഒക്കെ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ആ കൊമ്പ് കൊണ്ട് ചെയ്യുന്നല്ലേ. ചലച്ചൂലപാശം, ചലിക്കുന്ന ഇളകിക്കൊണ്ടിരിക്കുന്ന ശൂലപാശങ്ങളോട് കൂടിയവന്. ശൂലം എന്നാണെന്നറിയാം അല്ലേ? ശൂലം അറിയാമല്ലോ, ശിവൻ്റെ കയ്യിലുള്ള ശൂലം. അതുപോലെ തന്നെ എന്തുകൂടിയുണ്ട് ഇവിടെ? വിനായകൻ്റെ കയ്യിൽ ഒരു പാശവും കൂടിയുണ്ട്. ശൂലവും ഒരു കയ്യിൽ ഗുണത്രയത്തെ വെല്ലുന്ന ജാഗരൂകനായിരിക്കുന്ന ആ ശൂലവും, മറുകൈയിൽ പാശവും ഉള്ളവനാണ് വിനായകൻ കേട്ടോ. അപ്പം ചലിക്കുന്ന ഇളകിക്കൊണ്ടിരിക്കുന്ന ശൂലപാശങ്ങളോട് കൂടിയാണ്. ശൂലവുമുണ്ട്, മറുകൈയിൽ പാശവുമുണ്ട്. 3 ഗുണങ്ങളെയും ജയിക്കുന്ന പ്രതീകമായിട്ടാണ് ശൂലത്തെ സങ്കല്പിക്കുന്നത്. പിന്നെ കൃത്തപാശം, കൃത്തമായ എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെട്ട, ഛേദിക്കപ്പെട്ട പാശം, പാശത്തോട് കൂടിയവനെ. കൃത്തപാശം ഇവിടെ കൃത്തമായ എന്ന് വെച്ചാൽ ഛേദിക്കപ്പെട്ട പാശത്തോട് കൂടിയവനെ ഞാൻ ഭജിക്കുന്നു. വിനായകൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഛേദിക്കപ്പെട്ട എന്താണ്? വിനായകൻ്റെ ഒരു കൊമ്പ് മുറിച്ചില്ലേ? ഛേദിക്കപ്പെട്ട ഒരു കൊമ്പ് വിനായകൻ്റെ കയ്യിലുണ്ട് അല്ലേ? കൃത്തപാശം, കൃത്തമായ ഛേദിക്കപ്പെട്ട പാശത്തോടു കൂടിയവനെ. അടുത്തയിലേക്ക് പോവുകയാണ്. 7 എന്തില്ല? തദാനേകസന്തം സദാദാനവന്തം ബുധശ്രീകരന്തം യജാസ്യം വിഭാന്തം കരാത്മീയദന്തം ത്രിലോകൈകവൃന്ദം സുമന്തം പരന്തം അജേകം ഭവന്തം. തദാനേകസന്തം സദാ ദാനവന്തം ബുധശ്രീകരന്തം യജാസ്യം വിഭാന്തം കരാത്മീയദന്തം ത്രിലോകൈകവൃന്ദം സുമന്തം പരന്തം അജേകം ഭവന്തം. ഇവിടെയാണ് കരാത്മീയദന്തം. കണ്ടോ? നോക്കുക. തദാനേകസന്തം, തനിക്കപ്പെട്ട എന്ന് വെച്ചാൽ വിസ്താരമാക്കപ്പെട്ട, അനേകമായി ഭവിക്കുന്നവന്, വിസ്താരമാക്കപ്പെട്ടവനെ. അതായത് അനേക നാമരൂപങ്ങളോട് കൂടിയ ഈ പ്രപഞ്ചം തന്നെ അനേകം നാമരൂപങ്ങളോട് കൂടിയതാണെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ അദ്വൈത ദീപികയിലൂടെയൊക്കെ കണ്ടതാണിത്.
തദാനേക സന്തം, തദമായ അഥവാ തനിക്കപ്പെട്ട, വിസ്താരമാക്കപ്പെട്ട, അല്ലെങ്കിൽ അനേകമായി ഭവിക്കുന്ന, അനേക നാമരൂപങ്ങളായി ഭവിക്കുന്നവനെ എന്ന് മനസ്സിലാക്കിയാൽ മതി. തദാനേക സന്തം സദാ ദാനവന്തം, എല്ലായ്പ്പോഴും അതായത് ആവശ്യപ്പെടാതെ തന്നെ അങ്ങോട്ട് കൊടുക്കുന്നവൻ, ഔദാര്യത്തോടുകൂടി വരങ്ങളൊക്കെ ദാനം ചെയ്യുന്നവനെ. സദാ ദാനവന്തം, എല്ലായ്പ്പോഴും പ്രശസ്തമായ ദാനത്തോടു കൂടിയവനെ, ആവശ്യപ്പെടാതെ തന്നെ ഔദാര്യത്തോടുകൂടി വരങ്ങളൊക്കെ ദാനം ചെയ്യുന്നവനെ. സദാ ദാനവന്തം. ബുധ ശ്രീകരന്തം, ബുധന്മാർക്ക് എന്ന് പറഞ്ഞാൽ ആരാ? വിദ്വാൻമാർക്ക്. ശ്രീയെ, ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ഐശ്വര്യങ്ങളെ ഉണ്ടാക്കുന്നവനെ. ജ്ഞാനികൾ ഒരിക്കലും ഐശ്വര്യത്തെ ആഗ്രഹിക്കാറില്ല. ജ്ഞാനികൾ അവരന്വേഷിക്കുന്നത് ആത്മസുഖത്തെയാണ്, ആത്മാനന്ദത്തെയാണ് അവർ അന്വേഷിക്കുന്നത്. ഇവിടെ വിനായകനെ ആ ആത്മാവിലെ ആ സാക്ഷാത്കാരത്തിൻ്റെ പരമ്പൊരുളായിട്ടാണ് നാം കാണേണ്ടത് കേട്ടോ. ഗജാസ്യം എന്ന് പറഞ്ഞാൽ ആനയുടേതുപോലെയുള്ള, ആസ്യം എന്ന് പറഞ്ഞാൽ മുഖക്കർ, ഗജ ആന, ആനയുടേതുപോലെയുള്ള മുഖത്തോട് കൂടിയവനെ. ആനയുടെ ആ വലിയ ചെവിയും ചെറിയ കണ്ണുകളും. മസ്തകത്തിൽ എന്നാ ഉണ്ടെന്നാണ് പറഞ്ഞത്? മസ്തകത്തിൽ രത്നങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ ശ്ലോകത്തിലൂടെ കണ്ടതാണ്. അപ്പോൾ ആനയുടേതുപോലെയുള്ള ആ മുഖത്തോട് കൂടിയവനെ ഗജ ആസ്യം, ഗജാസ്യം. വിഭാന്തം, വിശേഷേണ ഭാനം ചെയ്യുന്നവനെ. ഭാനദർശനമൊക്കെ പഠിക്കുമ്പോൾ കൂടുതൽ നമുക്കറിയാം. പോട്ടെ, വിശേഷേണ ഭാനം ചെയ്യുന്നവനെ എന്ന് മാത്രം മനസ്സിലാക്കുക. കരാത്മീയ ദന്തം, കരത്തിൽ അതായത് കയ്യിൽ ആത്മീയമായ തൻ്റേതായ ആ ദന്തത്തോടു കൂടിയവനെ. മുറിച്ച് ഞാൻ പറഞ്ഞ മുമ്പേ ഛേദിക്കപ്പെട്ട ആ കൊമ്പ് കയ്യിലുണ്ട് വിനായകൻ്റെ. അതായത് തൻ്റെ അഹന്തയാണ് അവിടെ കുറിക്കുന്നത്. തൻ്റെ അഹന്ത എന്ന ആ ഭാവം വരുത്തിയാണ്, അതിൻ്റെ പ്രതീകമായിട്ടാണ് ആ മുറിഞ്ഞ കൊമ്പിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആനയുടെ കൊമ്പാണ് അതിൻ്റെ എല്ലാ ശക്തി കേന്ദ്രം അല്ലേ? നമ്മൾ പറഞ്ഞല്ലോ ബലവത്തായതാണ് അതിൻ്റെ കൊമ്പ് അല്ലേ? ആ അഹന്തയുടെ പ്രതീകമാണെന്നാണ് പറയുന്നത് ആ കൊമ്പ്. ആ കൊമ്പാണ് മുറിച്ച്, അഹന്തയെയാണ് മുറിച്ച് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. പിന്നെ ത്രിലോകൈക വൃന്ദം, ത്രിലോകം, 3 ലോകങ്ങൾക്കും ഒരേ ഒരു ഞെട്ടായിട്ടുള്ളവന്. ത്രിലോകൈക വൃന്ദം, 3 ലോകങ്ങൾക്കും ഒരേ ഒരു ഞെട്ടായിട്ടുള്ളവനെ വിനായകനെ. സുമന്ദം, ഏറ്റവും മന്ദഗതിയായിട്ടുള്ളവന്. സുമന്ദം, പതുക്കെ ഏറ്റവും മന്ദനായിട്ടുള്ളവന്. ആ വിനായകൻ്റെ ഗമനത്തെക്കുറിച്ച് ആ കഥയൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. സുബ്രഹ്മണ്യനും വിനായകനും കൂടെ അല്ലേ? ഇത് പോട്ടെ. പരന്തം ഭവന്തം അഹം ഭജി, പരനായിട്ടുള്ള ആ നിന്തിരുവടി, അങ്ങനെ ആയിട്ടുള്ള ആ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു എന്നാണ് അവസാനത്തെ. പരം തം ഭവന്തം അഹം ഭജി, അങ്ങനെ അത് പിരിക്കുമ്പോൾ കേട്ടോ. പരം തം ഭവന്തം അഹം ഭജി, ഞാൻ ഭജിക്കുന്നു. ശിവപ്രേമപിണ്ഡം പരം സ്വർണ്ണവർണ്ണം ലസദന്തഖണ്ഡം സദാനന്ദപൂർണം വിവർണപ്രഭാസ്യം ധൃത സ്വർണ്ണഭാണ്ഡം ചലച്ചാരുശുണ്ഠം അജേ ബന്ധിതും. നോക്കിക്കേ, ശിവപ്രേമപിണ്ഡം. നമ്മൾ ഒരു ശ്ലോകത്തിലൂടെ പറഞ്ഞായിരുന്നു ശിവപ്രേമപിണ്ഡം, ശിവൻ്റെ പ്രേമം മൂർത്തീഭവിച്ചവനെ, ശങ്കരൻ്റെയും ശങ്കരയുടെയും പ്രേമകോശമായി തീർന്നവനെ, ശിവൻ്റെ പ്രേമം മൂർത്തീഭവിച്ചവനായിട്ടുള്ളവനെ. ആരാണ്? ഇവിടെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. പോട്ടെ. പരം സ്വർണ്ണ ഭാണ്ഡം, പരം സ്വർണ്ണവർണ്ണം, പരനായിട്ടുള്ളവനെ, അല്ലെങ്കിൽ സ്വർണ്ണവർണ്ണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണവർണ്ണത്തോട് കൂടിയവനെ. പരമാനന്ദത്തിൻ്റെ ആ സ്വർണ്ണ വർണ്ണത്തെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. പരമാനന്ദം, അതിനെയാണ് നമ്മൾ ഏറ്റവും മാറ്റുകൂട്ടിയതാണ് സ്വർണ്ണം എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ആ വർണ്ണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആനന്ദ സ്വരൂപനായിരിക്കുന്നവനും എല്ലാ ജീവികൾക്കും ആനന്ദ കാരണമായിരിക്കുന്നവനും ആരാണ്? ശിവനാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ശിവൻ്റെ ആ സൗന്ദര്യത്തിലാണ് ആവിഷ്കാരമായി നമ്മൾ, ആ ശിവൻ്റെ ആവിഷ്കാരമായി നമ്മൾ ദർശിക്കുകയാണ് ചെയ്യുന്നത്. ഈ മൂല്യങ്ങളുടെ എല്ലാം സ്വർണ്ണാഭമായിട്ടാണ് ഗുരു ഇവിടെ വിനായകനെ കാണുന്നത്. അതാണ് ഉള്ളിലുള്ള ആ ഇത്, സ്വർണ്ണവർണ്ണം. പുറമേ നമ്മൾ പറയുന്ന ആ വർണ്ണമല്ല. എന്താണെന്ന് നിങ്ങൾക്കിപ്പം ആ ആനന്ദ സ്വരൂപം, ആ ഉള്ളിലുള്ള ആ ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ലസദന്തഖണ്ഡം, ലസത്തായ എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന ദന്തഖണ്ഡത്തോട് കൂടിയവനെ. നമ്മൾ പറഞ്ഞു ദന്തഖണ്ഡം അല്ലേ, മുറിച്ചത്. അഹന്തയുടെ ആ കൊമ്പ് മുറിച്ചത്.
ലസത്ത് എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന, ദന്തഖണ്ഡത്തോടു കൂടിയവനും, സദാ ആനന്ദപൂർണ്ണം, സത്തായും ആനന്ദമായും പൂർണ്ണനായിട്ടിരിക്കുന്നത്, സത്തും ആനന്ദവും, സദാ ആനന്ദത്തിൻ്റെ പൂർണ്ണതയായി വർത്തിക്കുന്നവന്, വിവർണ പ്രഭാസ്യം, വിവർണമായ പ്രഭയുള്ള മുഖത്തോടു കൂടിയവനും, പിന്നെ ധൃത സ്വർണ്ണ ഭാണ്ഡം, ധരിച്ചിരിക്കുന്ന ആ സ്വർണ്ണ കലശത്തോടു കൂടിയവനെ, തുമ്പിക്കൈയിൽ സ്വർണ്ണ കലശമുണ്ട്, അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്, ധരിച്ചിരിക്കുന്ന സ്വർണ്ണ കലശത്തോടു കൂടിയവൻ. സുവർണ്ണ കലശവും പേറിക്കൊണ്ടാണ്, തുമ്പിക്കൈയിൽ സുവർണ്ണ കലശവും പേറിക്കൊണ്ടാണ് വിനായകൻ ഇരിക്കുന്നത്. അത് പ്രസാദമായാണ്, അതിരില്ലാത്ത പ്രസാദമാണ്, അല്ലെങ്കിൽ ഔദാര്യമാണ്, അതിൻ്റെയൊക്കെ നിറകുടമായിട്ടാണ്, പ്രസാദത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഒക്കെ നിറകുടമായിട്ടാണ് കാണുന്നത്. ചില ചാരുശുണ്ടം, ഇളകുന്ന അഴകുള്ള ശുണ്ടം, എന്നാണ് ശുണ്ടം, തുമ്പിക്കൈ അല്ലേ? നമ്മൾ നേരത്തെ തുണ്ടം പറഞ്ഞപ്പോൾ അവിടെ തുണ്ടമല്ല, അത് വയറാണ്, അവിടെയല്ല ശുണ്ടമാണ് എന്നൊക്കെ പറഞ്ഞത്. ശുണ്ടം തുമ്പിക്കൈയും, തുണ്ടം വയർ അല്ലേ? ഇളകുന്ന അഴകുള്ള തുമ്പിക്കൈയോട് കൂടിയവനും, അത് ഈ തുമ്പിക്കൈ എപ്പോഴും ചലിച്ചുകൊണ്ടായിരിക്കുന്നത്. ക്രിയാത്മകമായ ഒരു വിവേചന ശക്തിയെക്കുറിച്ചൊക്കെ പറയണം. അങ്ങനെയൊക്കെയുള്ള ആ ക്രിയാത്മകമായ ആ ശക്തിയൊക്കെയാണ്, വിവേചന ശക്തിയാണ് സൂചിപ്പിക്കുന്ന പ്രതീകം. അതിൻ്റെ പ്രതീകമാണ് തുമ്പിക്കൈ എന്ന് ഉദ്ദേശിക്കുന്നത്. ഭജേ ദന്തി തുണ്ടം, കൊമ്പനാനയുടെ മുഖത്തോടു കൂടിയവൻ, എങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങളോട് കൂടിയ ആ വിനായകനെ ഞാൻ ഭജിക്കുന്നു. അത് വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല. പിന്നെ ആന്തരികമായ ഒരു ചെറിയ ഞാൻ സൂചിപ്പിച്ച് വരികയായിരുന്നു, അത് ഭജി. ശിവപ്രേമപിണ്ഡം പരം സ്വർണ്ണവർണ്ണം ലസദന്തഖണ്ഡം സദാനന്ദപൂർണ്ണം വിവർണ്ണ പ്രഭാസ്യം ധൃത സ്വർണ്ണഭാണ്ഡം ചലച്ചാരുശുണ്ഡം ഭജേ ദന്തി.